ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മളോട് കൂടുതൽ ആൾക്കാരും ചോദിച്ചിരിക്കുന്ന ഒരു വീഡിയോ ആണ്. അതായത് നമ്മൾ ബ്ലൗസ് തയ്ച്ച് നമ്മൾ ഇതുപോലെ പിടിക്കുന്ന സമയത്ത് ബ്ലൗസിന്റെ കഴുത്തിന്റെ ഇവിടെ മുകളിലുള്ള ഭാഗമുണ്ട്, നമുക്ക് ചുരുങ്ങി വരുന്നത് കണ്ടോ. നമുക്ക് ഇവിടെ ഇതുപോലെ നിൽക്കാതെ നമുക്ക് ഈ ഒരു ബ്ലൗസിന് ഇതുപോലെ വെച്ച് കൊടുത്താൽ തന്നെ നമുക്കിവിടെ ഈ ഒരു ഭാഗം, നമുക്ക് ഷോൾഡറിന്റെ ഭാഗം നമുക്ക് ഇതുപോലെ ചുരുങ്ങി വരും. അതൊരു നമുക്ക് കട്ടിങ്ങിൽ വരുന്ന ഒരു വ്യത്യാസമാണ്. നമുക്ക് ഇതുപോലെ നെക്കിന്റെ ഭാഗം ഇതുപോലെ അകത്തി വെച്ചാലും നമ്മൾ ഇവിടെ ഈ ഒരു ഇടുപ്പിന്റെ ഭാഗമില്ലേ, ഈ ഒരു ഭാഗത്ത് വെച്ച് നമ്മൾ ഇതുപോലെ പിടിക്കുന്ന സമയത്ത് നമ്മുടെ നെക്കിന്റെ ഭാഗം നമ്മൾ ഇതുപോലെ ചുരുങ്ങി വരുന്നത്. അപ്പോൾ ആ ഒരു നെക്ക് കട്ടിങ് രീതിയാണ് നമ്മൾ ഇതുപോലെ നെക്കിൻ മുകളിലുള്ള ഭാഗം ഇതുപോലെ ചുരുങ്ങി വരുന്ന രീതിയിൽ നെക്ക് കട്ട് ചെയ്യുന്നതാണ് നമ്മൾ ഇന്ന് വീഡിയോ ആയി കാണിച്ചു തരുന്നത്. അകന്നു പോകാതെ നല്ല വൃത്തിയോടുകൂടി നിങ്ങൾക്ക് തയ്ച്ചെടുക്കാൻ കഴിയും ഇതുപോലെ കട്ട് ചെയ്താൽ. അപ്പോൾ നമ്മൾ ഇതൊരു പേപ്പർ കട്ടിങ്ങിലാണ് നമ്മൾ കാണിച്ചു തരുന്നത്. നമുക്ക് ബാക്ക് പാർട്ടാണിത്. അപ്പോൾ ബാക്ക് പാർട്ടും ഇത് വെച്ച് നമ്മുടെ ഫ്രണ്ട് പാർട്ടുമാണ് നമ്മൾ കട്ട് ചെയ്ത് കാണിച്ചു വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഒരു നെക്കിന്റെ വൈഡ് 3 ഇഞ്ചാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. കണ്ടോ, 3 ഇഞ്ചാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് നേരെ താഴെയും നമ്മളിവിടെ 3 ഇഞ്ച് തന്നെയാണ് ഇവിടെയും കൊടുക്കുന്നത്. ഇവിടെ നമ്മളത് എഴുതി വെക്കാം, 3 ഇഞ്ച്. കണ്ടോ, ഇവിടെയും മുകളിലും താഴെയും നമ്മൾ ബാക്ക് പാർട്ട് നമ്മുടെ ബാക്ക് നെക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളിവിടെ 3 ഇഞ്ച് തന്നെയാണ്, ഒരേ അളവാണ് നമ്മൾ കൊടുത്തത്. എന്നിട്ട് നമ്മൾ കൂടുതലും നമ്മൾ ഇതുപോലെ വരച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കാറ്. കണ്ടോ, ഇവിടെ നിന്ന് ഇതുപോലെ വരച്ചിട്ടാണ് നമ്മൾ കൂടുതലാളും കട്ട് ചെയ്തെടുക്കാറ്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഈ ഒരു സൈഡ് ഭാഗത്തേക്ക് നമുക്ക് കൂടുതലായിട്ടും അകന്ന് പോകാറുണ്ട്. അതായത് നമ്മുടെ നെക്കിനെ നമ്മൾ നേരത്തെ പിടിച്ചതുപോലെ നമ്മൾ കറക്റ്റ് വെച്ചാലും നമുക്കത് അകന്ന് പോകുന്നത് പോലെ തോന്നും. എന്നാൽ നമുക്ക് ഇവിടെ നമുക്ക് ഫ്രണ്ട് പാർട്ടും അതുപോലെ തന്നെ ബാക്ക് പാർട്ടും നമുക്കിവിടെ ബാക്ക് പാർട്ടിലും അതേ രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കണം, ഫ്രണ്ട് പാർട്ടിലും കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു കട്ടിങ്ങിൽ ഇവിടെ കണ്ടോ, ഈ ഒരു മാർക്ക് നമ്മുടെ ലൈനില്ലേ, നമ്മൾ മുകളിൽ നിന്ന് 3 ഇഞ്ച് താഴെയും 3 ഇഞ്ച് വരച്ചിട്ടുള്ള ആ ഒരു മാർക്കിനേക്കാൾ ഇതുപോലെ പുറത്തേക്ക് വരുന്ന രീതിയിൽ കണ്ടോ, ഇവിടെ നിന്ന് ഇതുപോലെ കണ്ടോ ഈ ഒരു മാർക്കിംഗ് വരുന്നത് കണ്ടോ. അതായത് നമ്മുടെ ലൈനിന് പുറത്തേക്കാണ് നമുക്ക് ഈ ഒരു മാർക്കിംഗ് വരുന്നത്. ഈ ഒരു രീതിയിൽ നമ്മുടെ ബാക്ക് പാർട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതായത് ഒരു 1/4 ഇഞ്ച് പുറത്തേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്ത് നമുക്ക് ഈ ഒരു മാർക്കിൽ കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് ഈ ഒരു മാർക്കിൽ കൂടി കട്ട് ചെയ്യുകയാണ്. കണ്ടോ, ഇതുപോലെ ഈ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു. കണ്ടോ, അപ്പോൾ നമ്മളിത് ബാക്ക് പാർട്ട് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ കണ്ടോ, ഈ ഒരു മാർക്കിനേക്കാൾ ഒരു 1/4 ഇഞ്ച് പുറത്തേക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തത്. കണ്ടോ, ഈ ഒരു മാർക്കിനേക്കാൾ 1/4 ഇഞ്ച് പുറത്ത് റൗണ്ട് വരുന്ന രീതിയിലാണ് നമുക്കിത് മാർക്ക് ചെയ്ത് കൊടുത്തത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തു. ഇനി നമുക്ക് ഇത് വെച്ച് നമുക്ക് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യുന്നത് കൂടി കാണിച്ചു തരാം. നമ്മൾ ഇതുപോലെ സാധാരണ നമ്മൾ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളിവിടെ തയ്യൽ തുമ്പ് ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്യാറുണ്ട്. നമ്മുടെ ഫ്രണ്ട് ഹൂക്കും ലൂപ്പൊക്കെ തുന്നുന്ന തീരെ തയ്ക്കാൻ വേണ്ടിയുള്ള തയ്യൽ തുമ്പാണത്. ആ ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിന് ടച്ച് ചെയ്തിട്ടാണ് നമ്മുടെ ഫ്രണ്ട് പാർട്ടിന് വേണ്ടി നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കാറ്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഈ തയ്യൽ തുമ്പ് ഉൾപ്പെടെ നമുക്കിവിടെ 3.25 ഇഞ്ചാണ് കിട്ടേണ്ടത്. കാരണം ഫ്രണ്ട് പാർട്ട് നമ്മൾ 3 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്, ബാക്ക് പാർട്ടിൽ നമ്മൾ 3 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ 1/4 ഇഞ്ച് കൂടി കൂട്ടി 3.25 ഇഞ്ച് കണ്ടോ, ഇവിടെയുള്ള ആ ഒരു 1/4 ഇഞ്ച് കൂടി കൂട്ടി നമുക്ക് ഷോൾഡറിൻ്റെ ഭാഗത്ത് 3.25 ഇഞ്ചാണ് നമുക്കത് കറക്റ്റായിട്ട് കിട്ടേണ്ടത്. കണ്ടോ, ഇവിടെ നമുക്കൊന്ന് മാർക്കിങ് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമുക്കിവിടെ കണ്ടോ, ഈ രീതിയിലാണ് നമ്മുടെ നെക്കിൻ്റെ വൈഡ് അകലം വരുന്നത്. ഇനി നമുക്ക് ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം നമുക്ക് എത്രയാണോ വേണ്ടത് അതിനുവേണ്ടി നമ്മൾ ആദ്യം തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യുന്നു മുകളിൽ ഷോൾഡറിൻ്റെ ഭാഗത്ത്. അതിനുശേഷം നമുക്കിവിടെ 6 ഇഞ്ചാണ് നമ്മുടെ ഇവിടെ നെക്കിൻ്റെ ഇറക്കം കൊടുക്കുന്നത് ഫ്രണ്ട് നെക്കിൻ്റെ. അപ്പോൾ നമ്മളിവിടെ ഒരു 1/4 ഇഞ്ച് കുറച്ച് 5.25 മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ വരക്കും. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു ഷേപ്പ് കണ്ടോ, നമ്മുടെ ബാക്ക് പാർട്ടിന് ഇതുപോലെ ടച്ച് ചെയ്യുന്ന രീതിയിൽ കണ്ടോ, ബാക്ക് പാർട്ടിന് നമ്മുടെ ആ ഒരു കട്ടിങ് വരുന്നില്ലേ, ആ ഒരു ഷേപ്പ് വന്നിട്ടുള്ള ആ ഒരു മാർക്കിന് ടച്ച് ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ വരച്ചെടുക്കുക. കേട്ടോ, ഈ ഒരു രീതിയിൽ മാർക്ക് ചെയ്തെടുക്കുക. കട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെയും വ്യത്യാസം കാണാം. നമുക്കിവിടെ 3.25 ഇഞ്ചാണ്
നമ്മൾ വൈഡ് കൊടുത്തത്. എന്നാൽ നമുക്ക് ആ ഒരു 3.25 ഇഞ്ച് ഇവിടെയാണ് വരിക കേട്ടോ. മുകളിൽ നിന്ന് നമ്മൾ നേരെ കുത്തനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെയാണ് വരിക. അപ്പോൾ നമ്മൾ അതേ ഒരു 1/4 ഇഞ്ച് തന്നെ നമ്മുടെ ഫ്രണ്ട് പാർട്ടിൽ നമ്മളിവിടെ പുറത്തേക്ക് കേട്ടോ, ഈ ഒരു മാർക്കിംഗ് ഒരു 1/4 ഇഞ്ച് തന്നെ ഫ്രണ്ട് പാർട്ടിലും പുറത്തേക്ക് നമുക്കത് മാർക്കിംഗ് വന്നിട്ടുണ്ട്. നേരെ കുത്തനെയുള്ള മാർക്കിൽ നിന്ന് ഇതുപോലെ പുറത്തേക്ക് മാർക്കിംഗ് വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു മാർക്കിൽ കൂടിയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് ഫ്രണ്ട് പാർട്ടിനെ കേട്ടോ. ഇതുപോലെ പേപ്പർ കട്ടിംഗ് ആണ്, അതുകൊണ്ടാണ് തെന്നി മാറി പോകുന്നത്. ഇതുപോലെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ നമ്മളിവിടെ നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗവും അതുപോലെ തന്നെ നമ്മുടെ ആം ഹോളിൻ്റെ ഭാഗവും നമ്മൾ ഈ ഒരു നെക്ക് കട്ടിങ് മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തന്നത്. ആ ഒരു ഷേപ്പ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ ഫ്രണ്ട് പാർട്ടും നമ്മൾ അതേ രീതിയിൽ കണ്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്ക് പാർട്ടും കട്ട് ചെയ്തെടുത്തു. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ നമ്മുടെ ബ്ലൗസിൻ്റെ നെക്ക് നമ്മൾ ഫ്രണ്ട് പാർട്ടും അതേ രീതിയിൽ നമ്മുടെ ബാക്ക് പാർട്ടും നമ്മൾ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താൽ നമുക്ക് എത്ര ഇതുപോലെ അകത്തി വെച്ചാലും നമുക്ക് ഈ ഒരു നെക്കിൻ്റെ ഭാഗം ഇതുപോലെ ചുരുങ്ങി വന്ന് കണ്ടോ, ഷോൾഡർ ഇവിടെ കണ്ടോ കൂടുതൽ അകന്നു പോകാതെ ഇതുപോലെ വന്ന് നിൽക്കും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.